പദ്ധതി കേരളത്തിൽ നടപ്പാക്കുമെന്ന മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ പ്രഖ്യാപനത്തിൽ വിയോജിപ്പുമായി മുസ്ലിം ലീഗ് രംഗത്തെത്തിയതോടെ സംസ്ഥാന സർക്കാർ കടുത്ത രാഷ്ട്രീയ പ്രതിസന്ധിയിലാണ്. PM ശ്രീ സംബന്ധിച്ച തന്റെ മുൻ നിലപാടിൽ മാറ്റമില്ലെന്നും പദ്ധതിയിൽ തുടരാനുള്ളത് സർക്കാരിന്റെ തീരുമാനമാണ് എന്നുമാണ് മന്ത്രി KM ഷാജിയുടെ പ്രതികരണം. പദ്ധതിയിൽ തുടരാനുള്ള സർക്കാർ തീരുമാനത്തോടുള്ള വിയോജിപ്പ് RSPയും പരസ്യമാക്കിയിട്ടുണ്ട്. ഭരണത്തിലിരിക്കുമ്പോഴും അല്ലാത്തപ്പോഴും രണ്ട് നിലപാട് തങ്ങൾക്കില്ല എന്നാണ് KSU നേതൃത്വത്തിന്റെ വിമർശനം. ജനങ്ങളോട് പറഞ്ഞ വാക്ക് പാലിച്ചില്ലെങ്കിൽ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുമെന്ന് ജമാഅത്തെ ഇസ്ലാമി സർക്കാരിന് മുന്നറിയിപ്പ് നൽകി. വിശദമായൊരു റിപ്പോർട്ടിലേക്ക്. നിങ്ങൾ എനിക്ക് വോട്ട് തന്നു ജയിപ്പിച്ചാൽ, ഈ സർക്കാർ അധികാരത്തിൽ വന്നാൽ ഗാന്ധിജിയെ തള്ളിപ്പറയുന്ന, നെഹ്റുവിനെ താഴെ ഇറക്കുന്ന ആ പാഠപുസ്തകങ്ങളിലേക്ക് നെഹ്റു കയറി വരും, ഗാന്ധിജി കയറി വരും. CPM-കാര RSSും നിങ്ങളും തമ്മിൽ ഡീലുണ്ടാക്കിയ PM ശ്രീ എന്ന പദ്ധതി വലിച്ചു ചവറ്റുകൊട്ടയിലേക്ക് ഞങ്ങൾ എറിയും. അതൊക്കെ തെരഞ്ഞെടുപ്പ് കാലത്തെ പഴയ കഥ. അധികാരത്തിലെത്തി സർക്കാർ നിലപാട് മാറ്റിയതോടെ മന്ത്രി KM ഷാജിയും പറഞ്ഞ പഴയ വാക്കുകൾക്ക് ന്യായീകരണം പരതുകയാണ്. വോട്ട് തേടാൻ ജനങ്ങളോട് പറഞ്ഞ നിലപാട് പാടെ മാറ്റിപ്പറഞ്ഞ് രാഷ്ട്രീയമായി പരിഹാസ്യരാകേണ്ടി വരുന്ന നിലയോട് മുസ്ലിം ലീഗ് നേതൃത്വത്തിന് അമർഷമുണ്ട്. കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷമിറപ്പിക്കുകയാണ് എന്ന് പരിഹസിച്ച് BJP നേതാവ് K. സുരേന്ദ്രനും വിവാദത്തിയിൽ എണ്ണ പകർന്നതോടെ ലീഗിന് വിഷയത്തിൽ ഉത്തരമില്ലാതെയായി. വ്യക്തിപരമായ നിലപാടിൽ മാറ്റമൊന്നുമില്ല. PM ശ്രീയിൽ തുടരാനുള്ളത് സർക്കാരിന്റെ തീരുമാനമാണ് എന്നാണ് വിയോജിപ്പ് പരസ്യമാക്കിക്കൊണ്ട് മന്ത്രി KM ഷാജി ഇന്ന് പറഞ്ഞത്. ഒരു പ്രസംഗത്തിനകത്ത് അറബിക്കടലിൽ എറിഞ്ഞില്ല, അതൊക്കെ ഒരു വലിയ രാഷ്ട്രീയമായിട്ട് കൊണ്ടുവരികയാണ്. അറബിക്കടലിൽ കൊണ്ടിട്ട് പിന്നെ സർക്കാരിന് കരാർ അറിയാൻ പറ്റുമോ? അതൊക്കെ ടെക്നിക്കൽ പ്രസംഗത്തിൽ അങ്ങനെ പ്രയോഗമുണ്ടോ? അതൊക്കെ രാഷ്ട്രീയമായിട്ട് പറയുകയാണെങ്കിൽ അതൊക്കെ തെരുവിൽ പറയേണ്ടുന്ന രാഷ്ട്രീയമാണ്. ഒറ്റയടിക്ക് പദ്ധതിയിൽ നിന്നും മാറിപ്പോകാൻ കഴിയില്ല. കാരണം മുൻ സർക്കാർ പദ്ധതിയിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. അത് അറബിക്കടലിൽ കൊണ്ടുപോയി കളയാൻ പുതിയ സർക്കാരിന് കഴിയില്ല. ഇങ്ങനെ പോകുന്നു മന്ത്രിയുടെ ന്യായീകരണം. RSPയുടെ അതൃപ്തി NK പ്രേമചന്ദ്രൻ MPയും മറച്ചുവെച്ചില്ല. പദ്ധതിയിൽ തുടരാനല്ല, പിൻവാങ്ങാനുള്ള സാങ്കേതിക സാധ്യതകളാണ് സർക്കാർ പരിശോധിക്കുന്നതെന്ന് NK പ്രേമചന്ദ്രൻ. PM ശ്രീ പദ്ധതിയോടുള്ള UDFന്റെ നയത്തിൽ യാതൊരു മാറ്റവുമില്ല. ഇത് ഗവൺമെന്റ് ഭരണപരമായിട്ടുള്ളൊരു കാര്യമായി മാറി തീർന്നിരിക്കുന്നു. ഒരു ഗവൺമെന്റ് ഒപ്പുവെച്ച കരാറ്, അതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തിന് ധനവിഹിതം ലഭിച്ചിട്ടുള്ള ഒരു സംരംഭം, അതിൽ നിന്ന് എങ്ങനെയാണ് അതിൽ നിന്ന് ഗെറ്റ് ഔട്ട് ചെയ്യാൻ, റെഗുൾ ഔട്ട് ചെയ്യാൻ കഴിയുക എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള പരിശോധനയാണ് സത്യത്തിൽ ഗവൺമെന്റ് നടത്തുന്നത്. മുൻ സർക്കാർ ഒപ്പിട്ടു പോയതുകൊണ്ട് പദ്ധതിയിൽ തുടരുകയല്ലാതെ വേറെ വഴിയില്ലെന്നായിരുന്നു മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇന്നലെ പറഞ്ഞ നിലപാട്. UDF സർക്കാരിന്റെ ഈ നിലപാടിനെതിരെ ജമാഅത്തെ ഇസ്ലാമിയും ആഞ്ഞടിച്ചു. ജനങ്ങളോട് പറഞ്ഞ വാക്ക് പാലിച്ചില്ലെങ്കിൽ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുമെന്ന് ഫ്രട്ടേണിറ്റി സംസ്ഥാന പ്രസിഡന്റ് നഈം ഗഫൂർ. ആ പദ്ധതിയിൽ നിന്ന് പിന്മാറണം സർക്കാർ എന്ന് തന്നെയാണ് ഫ്രട്ടേണിറ്റിയുടെ നിലപാട്. കഴിഞ്ഞ സർക്കാർ ഒപ്പിട്ടു, തിരിച്ച് ധാരണാപത്രം ഉണ്ടായി എന്നൊക്കെയാണ് പറയുന്നത്. ആ ധാരണാപത്രത്തെ റദ്ദ് ചെയ്യും ഇന്ന് കേരളത്തിന്റെ പൊതുസമൂഹത്തോട് പറഞ്ഞിട്ടാണല്ലോ ഈ സർക്കാർ ജനകീയ കോടതിയിലേക്ക് പോയത്. PM ശ്രീ പദ്ധതിയിൽ തുടരാനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെ കടുത്ത നിലപാടുമായി KSU സംസ്ഥാന നേതൃത്വവും രംഗത്തെത്തിയതോടെ പാളയത്തിലെ പ്രതിസന്ധി പിന്നെയും വഷളായി. SFIയുടെയും CPM-ന്റെയും അവസരവാദ രാഷ്ട്രീയത്തോടുള്ള എതിർപ്പ് എന്ന മട്ടിലാണ് അലോഷ്യസ് സേവ്യർ ഫേസ്ബുക്ക് കുറിപ്പ് എഴുതിയതെങ്കിലും സർക്കാർ നിലപാടിനോടുള്ള കടുത്ത വിയോജിപ്പ് KSU സംസ്ഥാന പ്രസിഡന്റ് നേരിട്ട് തന്നെ വ്യക്തമാക്കി. ഭരണം കിട്ടുമ്പോൾ ഒരു നിലപാടും പ്രതിപക്ഷത്തിരിക്കുമ്പോൾ മറ്റൊരു നിലപാടും KSU സ്വീകരിക്കില്ല. സാങ്കേതിക ന്യായവാദങ്ങൾക്കപ്പുറം UDF സർക്കാർ അടിയന്തരമായി രാഷ്ട്രീയ തീരുമാനം കൈക്കൊള്ളണമെന്ന് KSU കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ജവാദ് പുത്തൂറും ഫേസ്ബുക്കിൽ എഴുതി. PM ശ്രീ നടപ്പാക്കുന്നതിനെതിരെ LDF ഭരണകാലത്ത് KSU നടത്തിയ സമരചിത്രങ്ങൾ അടക്കം പങ്കുവച്ചുകൊണ്ടാണ് ഇരുവരുടെയും പരസ്യ വിയോജിപ്പ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.